ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ബനാന പീലും അതുപോലെ റൈസും ഉപയോഗിച്ചുള്ളൊരു ഫേസ് പാക്കാണ്. ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തുള്ള കറുത്ത പാടുകൾ പോവുകയും അത് മുഖം നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുകയും നമ്മുടെ സ്കിന്നൊരു ടൈറ്റനിങ് ആവുകയും അതൊരു വിങ്കിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനും സഹായിക്കുന്നൊരു മാസ്ക്കാണ് അത്. ഈ ഒരു മാസ്ക് നമുക്ക് തയ്യാറാക്കി ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഡെയിലി നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ നല്ല പഴുത്ത നല്ലൊരു ബനാന എടുക്കുക. അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ റൈസ് എടുക്കുക. ഇവിടെ ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ബനാനയുടെ തൊലി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഈ ഒരു തൊലി ചെറിയ സ്ലൈസുകളായിട്ട് അരിഞ്ഞ ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ബനാന പീല് സ്മോൾ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു അരിഞ്ഞെടുത്ത ബനാന നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചരി കൂടി ഇട്ട് കൊടുത്ത് അതിനോടൊപ്പം ആവശ്യത്തിന് ഈ റൈസും ഈ ബനാന പീലും വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു 10 മിനിറ്റോളം ഇത് ബോയിൽ ചെയ്തെടുക്കുക. അപ്പം നല്ലോണം ഇത് വെന്ത് കിട്ടും. അപ്പം ഞാനിത് ബോയിൽ ചെയ്യാനായിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലോണം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്ത ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്ത ശേഷം നമുക്ക് ചെറിയൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് തരികളൊന്നും ഇല്ലാതെ അതുപോലെ നല്ല ക്രീമിഷ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പം ഞാനത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങാനീരാണ്. ഒരു 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കോൺഫ്ലവർ പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്കാണ്. കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ പശുവിൻ മിൽക്കോ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സാക്കി നമുക്ക് നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നിങ്ങളുടെ ഫേസിലേക്കും അതുപോലെ കഴുത്തിലേക്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 30 മിനിറ്റ് മുഖത്ത് വെച്ച ശേഷം ഡ്രൈ ആയ ശേഷം നമുക്ക് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയെടുക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിലൂടെ കഴുകിയെടുക്കുക. ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ പോവുകയും മുഖം നല്ല ഗ്ലോ ആവുകയും മുഖത്തുള്ള വിങ്കിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ വളരെ നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു മാസ്കാണിത്. ഇപ്പം പഴത്തൊലി ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റാമിനിലും ഒക്കെ അടങ്ങിയത് കാരണം നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. നല്ല ഗ്ലോ കിട്ടുകയും നമ്മുടെ സ്കിൻ ഒരു ടൈറ്റനിങ് ആവുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ മുഖത്തിട്ട് കൊടുത്ത് അരമണിക്കൂറിന് ശേഷം ഡ്രൈ ആയ ശേഷം മുഖം വാഷ് ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. മുഖത്ത് നമുക്ക് അപ്പം തന്നെ കാണാൻ സാധിക്കും മുഖം നല്ലൊരു ഗ്ലോ തോന്നിക്കുകയും അതുപോലെ തിളക്കം തോന്നിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം ഡെയിലി ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് നോക്കുക. നമുക്ക് വീട്ടിലുള്ള പഴത്തൊലി ഉപയോഗിച്ച് നമുക്ക് ഈസിക്ക് ചെയ്യാവുന്നൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്